കുട്ടികൾ അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് എന്ന് നോക്കാം. കുട്ടികളുടെ സെക്ഷൽ ബിഹേവിയേഴ്സിനെ കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നോർമൽ ബിഹേവിയേഴ്സ് ഏതാണ്, അബ്നോർമൽ ബിഹേവിയേഴ്സ് ഏതാണ് എന്ന് മനസ്സിലാക്കാനാവും. ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജിലും കുട്ടികൾക്ക് സ്വാഭാവികമായും ഒരു ക്യൂരിയോസിറ്റി കാണും. ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾ അവരുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നതും വസ്ത്രം ധരിക്കാതെ നടക്കാൻ ഇഷ്ടപ്പെടുന്നതും സാധാരണമാണ്. They will be exploring their own body, including genitals. 4-5 വയസ്സുള്ള കുട്ടികൾ മറ്റുള്ളവരെ നേക്കഡായി കാണാനും താല്പര്യപ്പെട്ടു എന്ന് വരാം. ആൺകുട്ടികളും പെൺകുട്ടികളും ശാരീരികമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നറിയാനുള്ള ക്യൂരിയോസിറ്റിയോടെ പല ചോദ്യങ്ങളും ചോദിച്ചു എന്ന് വരാം. രോഗിയും ഡോക്ടറുമായി കളിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിനും ബോഡി എക്സ്പ്ലോർ ചെയ്യുന്നതിനുമാണ്. 6 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു സുഖത്തിനു വേണ്ടി ജെനിറ്റൽസിൽ ടച്ച് ചെയ്യാറുണ്ട്. ക്യൂരിയോസിറ്റി കൊണ്ടോ കളിയുടെ ഭാഗമായോ മറ്റുള്ളവരുടെ ശരീരഭാഗങ്ങളിൽ ടച്ച് ചെയ്യുന്നതും കാണാറുണ്ട്. അതൊരിക്കലും ഒരു സെക്ഷൽ ഇന്റൻഷനോടെയല്ല. സെക്സിനെ കുറിച്ചും റീപ്രൊഡക്ഷനെ കുറിച്ചുമുള്ള ടോപ്പിക് സംസാരിക്കുന്നതും വായിക്കുന്നതും ഈ പ്രായക്കാരിൽ സാധാരണമാണ്. കുട്ടികൾ അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് എന്ന് നോക്കാം. ഏത് പ്രായത്തിലുള്ള കുട്ടിയായാലും വളരെ വ്യക്തമായ രീതിയിൽ സെക്ഷൽ ലാംഗ്വേജോ അഡൽസിന്റെ സെക്ഷൽ ബിഹേവിയേഴ്സോ ആക്ട് ചെയ്യുക. പ്രായത്തിന് ചേരാത്ത വിധം സെക്ഷൽ ആക്ട്സിനെ കുറിച്ച് അറിവുണ്ടായിരിക്കുക. കമ്പൽസീവ് ഓർ അഗ്രസീവ് സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുക. നിർബന്ധങ്ങളോ സീക്രസിയോ ഭയമോ കാണിക്കുക. നോർമൽ ചൈൽഡ്ഹുഡ് ആക്ടിവിറ്റീസിനെ തടസ്സപ്പെടുത്തുന്ന വിധം സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുക. ഇവയൊക്കെ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായാൽ പോലും അത് വകവയ്ക്കാതെ അതിൽ നിന്ന് മാറിപ്പോകാതെ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള സെക്ഷുവൽ പ്ലേ 4-5 വയസ്സുള്ള കുട്ടികളിൽ കാണുന്നുവെങ്കിൽ അത് അബ്നോർമൽ ബിഹേവിയർ ആണ്. സ്കൂൾ ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ റിപ്പീറ്റഡ് ആയിട്ട് മറ്റുള്ളവരെ നിർബന്ധിച്ചും ഫോഴ്സ് ചെയ്തും ഭീഷണിപ്പെടുത്തിയുമുള്ള സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുന്നതും അബ്നോർമൽ ആണ്. അവർക്കോ മറ്റുള്ളവർക്കോ ഹാനികരമാകുന്ന രീതിയിലുള്ള സെക്ഷൽ ബിഹേവിയേഴ്സും കാണിക്കാൻ സാധ്യതയുണ്ട്. അസസ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ ബിഹേവിയർ. അത്തരം പെരുമാറ്റങ്ങളിൽ നിന്ന് മാറ്റിവിടാൻ ശ്രമിക്കുമ്പോൾ കുട്ടി എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിക്കുക. ഡിസ്ട്രെസ്, ട്രോമ, അബ്യൂസ് പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മൂഡ് ചേഞ്ചസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഇവയുണ്ടോ എന്ന് നോക്കണം. റിപ്പീറ്റഡ് ആയിട്ടുള്ള അബ്നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുന്നുവെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടണം.